അടുത്ത ദിവസത്തെ പ്രഭാതം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. പൂന്തോട്ടത്തിലെ കുളത്തിൽ നിന്നും പൊയ്റോട്ടിന് കിട്ടിയ വിവാഹമോതിരത്തെക്കുറിച്ച് അറിയാവുന്ന ഒരേ ഒരാൾ പൊയ്റോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമായിരുന്നു. അക്കാര്യം പുറത്തു പറയരുതെന്ന് മിസ്റ്റർ പൊയ്റോട്ട് എന്നോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഫെൻലി പാർക്കിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലുമോ അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും സൂചിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാനൊരു കുറ്റവാളിയായി മാറിയിരിക്കുന്നു. ഈ മോതിരക്കഥ ഒരു കാട്ടുതീ പോലെ കിങ്സ് ആബട്ടിലെ മുക്കിലും മൂലയിലും പടർന്നു പിടിച്ചു. ഇക്കാര്യം പുറത്തു പറഞ്ഞതിൽ മിസ്റ്റർ പൊയ്റോട്ട് എന്നോട് ദേഷ്യപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചു. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിച്ചേക്കാം. മിസ്സിസ് ഫെറാർസിന്റെയും മിസ്റ്റർ അക്രോയിഡിന്റെയും ശവസംസ്കാര ചടങ്ങുകൾ 11 മണിക്ക് ഒന്നിച്ച് നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും ശോകാർദ്രമായ ഒരു ചടങ്ങായിരുന്നു അത്. ഫെൻലി പാർക്കിലെ മുഴുവൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ പൊയ്റോട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ലാഷസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം നല്ല ഗൗരവത്തിലായിരുന്നു. തലേന്ന് രാത്രിയിൽ എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച ആ വീഴ്ച അദ്ദേഹത്തിന്റെ കാതുകളിലും എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ബോധ്യമായി, പൊയ്റോട്ട് മറ്റെന്തോ വിഷയത്തെക്കുറിച്ചാണ് ഗൗരവമായി ചിന്തിക്കുന്നതെന്ന്. നോക്കൂ സുഹൃത്തെ, നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി. നിങ്ങളുടെ സഹായത്തോടുകൂടി ഞാനൊരു സാക്ഷിയെ വിസ്തരിക്കാൻ പോവുകയാണ്. നമ്മൾ അവനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. എല്ലാ സത്യവും വെളിവാകുമെന്നുള്ള ഒരു ബോധ്യം അതുവഴി അവനിൽ നാം ഉണ്ടാക്കിയെടുക്കണം. ഏത് സാക്ഷിയെക്കുറിച്ചാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്? ഞാൻ തികച്ചും അമ്പരപ്പോടെയാണ് ചോദിച്ചത്. പാർക്കറെ, പൊയ്റോട്ട് പറഞ്ഞു. ഇന്ന് 12 മണിക്ക് എൻ്റെ വീട്ടിൽ എത്തണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അയാളിപ്പോൾ നമ്മളെയും കാത്ത് അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അന്വേഷിച്ചു. ഇതുകൊണ്ടൊന്നും കൃത്യമായ ഒരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ചോദ്യത്തിന് പൊയ്റോട്ട് മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. പാർക്കറാണ് മിസ്സിസ് ഫെറാർസിനെ ബ്ലാക്ക്മെയിൽ ചെയ്തതെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപക്ഷെ അങ്ങനെയുമാകാം. അല്ലെങ്കിൽ... അല്പനേരത്തെ മൗനത്തിന് ശേഷം ഞാൻ തുടർന്നു. ശരി, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. എൻ്റെ ഉറച്ച വിശ്വാസം അത് ചെയ്തത് അയാൾ തന്നെ ആയിരിക്കുമെന്നാണ്. ഞാൻ പൊയ്റോട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്ത് പിന്നിമറയുന്ന അനിർവചനീയമായ ഭാവങ്ങൾ എന്നെ നിശബ്ദനാക്കി. ഞങ്ങൾ പൊയ്റോട്ടിൻ്റെ ഭവനമായ ലാർഷസിൽ നടന്നെത്തി. പാർക്കർ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അയാൾ ഞങ്ങളെയും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ പാർക്കർ ആദരവോടെ എഴുന്നേറ്റ് നിന്നു. ഗുഡ് മോർണിംഗ് പാർക്കർ. പൊയ്റോട്ട് പ്രസന്നമായ ഭാവത്തോടെ പാർക്കറെ അഭിവാദ്യം ചെയ്തു. ഒരു നിമിഷം താങ്കൾ ഇരിക്കൂ. ഇത്രയും പറഞ്ഞിട്ട് പൊയ്റോട്ട് തന്റെ ഓവർകോട്ട് അടിക്കാൻ തുടങ്ങി. ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാർക്കർ മുന്നോട്ട് വന്ന് പൊയ്റോട്ടിന്റെ ഓവർകോട്ടും കയ്യുറകളും അഴിച്ചെടുത്ത് അടുത്തിരുന്ന കസേരയിൽ ഭംഗിയായി മടക്കി വെച്ചു. പാർക്കറുടെ ജീവിത പ്രവർത്തികൾ പൊയ്റോട്ട് സസൂക്ഷ്മം നോക്കി നിന്നു. എന്റെ നല്ലവനായ പാർക്കർ, നന്ദിയുണ്ട്, പൊയ്റോട്ട് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്നില്ലേ? എന്റെ ജോലികൾ തീരാൻ കുറെ സമയം പിടിക്കും. വിനയപൂർവ്വം തലകുനിച്ചിട്ട് പാർക്കർ ഇരിപ്പിടത്തിലിരുന്നു. ഇന്ന് ഈ സമയത്ത് പാർക്കറോട് ഇവിടേക്ക് വരാൻ ഞാൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്നാണ് പാർക്കർ ചിന്തിക്കുന്നത്. പാർക്കർ ഒന്ന് ചുമച്ചു. സർ, എനിക്കറിയാം. മരിച്ചുപോയി എൻ്റെ യജമാനെ കുറിച്ച് അങ്ങേക്ക് പലതും ചോദിച്ചറിയാനുണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം പോലെ ചിലതല്ല. തികച്ചും അത്ഭുതം തന്നെ, പൊയ്റോട്ട് പറഞ്ഞു. നിങ്ങൾ ബ്ലാക്ക് മെയിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലേ? സർ എന്ന് പറഞ്ഞുകൊണ്ട് പാർക്കർ ചാടി എഴുന്നേറ്റു. നിങ്ങൾ അധികം അഭിനയിക്കേണ്ട, പൊയ്റോട്ട് കനത്ത ശബ്ദത്തിലാണത് പറഞ്ഞത്. അദ്ദേഹം തുടർന്നു. നിങ്ങൾ സത്യസന്ധനാണെന്ന നാട്യമൊന്നും എടുക്കേണ്ട. ബ്ലാക്ക് മെയിലിന്റെ എല്ലാ വശങ്ങളും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെയല്ലേ പാർക്കർ? സർ, ഞാൻ ഒരിക്കലും ഇത്തരമൊരാരോപണം ആരും പാർക്കർക്ക് നേരെ ഉന്നയിച്ചിട്ടില്ല അല്ലേ? പാർക്കർ, ബ്ലാക്ക് മെയിൽ എന്ന വാക്ക് അക്രോയിഡിന്റെ മുറിയിൽ നിന്നും കേട്ടതിന് ശേഷവും നിങ്ങൾ എന്തിനാണ് അവിടെ പതുങ്ങിയിരുന്ന് അകത്തെ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചത്? ഞാനായിരുന്നില്ല. നിങ്ങളുടെ അവസാനത്തെ യജമാനനാരായിരുന്നു? പൊയ്റോട്ട് ശബ്ദമുയർത്തി വേഗത്തിൽ ചോദിച്ചു. എന്റെ അവസാനത്തെ യജമാനോ? ചോദ്യം മനസ്സിലാകാത്തതുപോലെ അയാൾ ആവർത്തിച്ചു. അതെ, നിങ്ങൾ അക്രോയിഡിന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നതിന് മുൻപ് ആരുടെ കൂടെയായിരുന്നുവെന്ന്. സർ, അത് മേജർ എല്ലർബിയുടെ കൂടെ. ആഹാ, മേജർ എല്ലർബി? അയാൾ മയക്കുമരുന്നിന് അടിമയായിരുന്നില്ലേ? ശരിയല്ലേ? നിങ്ങൾ അയാളോടൊപ്പം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അയാൾ ബർമുഡയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരാളുമായി പ്രശ്നമുണ്ടാക്കി. അയാൾ കൊല്ലപ്പെട്ടു. മേജറിന് അതിൽ പൂർണ്ണമായും പങ്കില്ലായിരുന്നു. എന്നാൽ അക്കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങളുടെ വായടപ്പിക്കുന്നതിനായി അന്ന് മേജർ എത്ര പണമാണ് നിങ്ങൾക്ക് തന്നത്? പാർക്കർ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. അയാൾ വാ പൊളിച്ച് ഒന്നും ഉരിയാടാനാവാതെ ആ കുറ്റാന്വേഷകന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ നിന്നു. ഭയം കൊണ്ട് പാർക്കറുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. നിങ്ങൾ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്, പൊയ്റോട്ട് മൃദുഭാവത്തോടെ പറഞ്ഞു. അന്ന് നല്ലൊരു തുക മേജർ നിങ്ങൾക്ക് നൽകിയിരുന്നു. പിന്നീട് അയാൾ മരിക്കുന്നതുവരെയും നിങ്ങൾക്ക് പണം തന്നുകൊണ്ടിരുന്നു. ഇനി എനിക്കറിയേണ്ടത്
നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ബ്ലാക്ക് മെയിലിംഗ് പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. പാർക്കർ ഭയക്കാൻ തുടങ്ങി. നീ കള്ളം പറയാൻ ശ്രമിക്കേണ്ട. ഹെർക്യൂൾ പൊയ്റോട്ടിന് എല്ലാം അറിയാം. മേജർ LRBയുടെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, അത് ശരിയല്ലേ? തികച്ചും അസ്വസ്ഥതയുടെ പാർക്കർ തലകുലുക്കി. അയാളുടെ മുഖം വിളറി വെളുത്ത് വല്ലാതെയായിരുന്നു. അക്രോയിഡിന്റെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും നാശം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവത്തിനറിയാം, ഞാൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഞാൻ അങ്ങയോട് തറപ്പിച്ച് പറയുന്നു, ഞാൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല. ഇക്കാര്യം തിരിഞ്ഞും മറിഞ്ഞും എൻ്റെ തലയിൽ തന്നെ എത്തുമെന്ന് ഞാൻ എപ്പോഴും ഭയന്നിരുന്നു. ദയനീയമായി നിലവിളിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. എൻ്റെ സുഹൃത്തേ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ചെയ്യാനുള്ള ധൈര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് സത്യം കണ്ടെത്തണം. ഞാൻ അങ്ങയോട് എനിക്കറിയാവുന്ന എന്തും തുറന്നു പറയാം. അന്ന് രാത്രിയിൽ അക്രോയിഡിന്റെ മുറിയിൽ നിന്നുള്ള സംഭാഷണം ഞാൻ ശ്രദ്ധിച്ചുവെന്നത് നേര് തന്നെയാണ്. ഞാൻ കേട്ടതെന്നോ രണ്ടോ വാചകങ്ങൾ. അതെന്നിൽ ആകാംക്ഷയുണ്ടാക്കിയെന്നത് സത്യമാണ്. അക്രോയിഡ് ശാസനാരൂപത്തിൽ എന്നോട് പറഞ്ഞു, ഇനി മുറിയിലെത്തി ശല്യം ചെയ്യരുതെന്ന്. എന്നിട്ട് ഡോക്ടറെയും കുട്ടി മുറിയടച്ചവിടെയിരുന്നു. ദൈവത്തിനറിയാം, ഇക്കാര്യങ്ങളാണ് ഞാൻ പോലീസിനോട് പറഞ്ഞതെന്ന്. ബ്ലാക്ക് മെയിൽ എന്ന വാക്ക് ഞാൻ കേട്ടതാണ്, അത് സത്യമാണ്. അയാൾ ഒന്ന് നിർത്തി. അപ്പോൾ നിങ്ങൾ കരുതി അവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെന്ന് അല്ലേ? ചിരിച്ചുകൊണ്ടാണ് പൊയ്റോട്ട് ചോദിച്ചത്. അതെ സാർ, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. മിസ്റ്റർ അക്രോയിഡിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഞാനും അതിൽ പങ്കാളിയാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? പൊയ്റോട്ടിന്റെ മുഖം വലിഞ്ഞു മുറുകി. അദ്ദേഹം മുന്നോട്ടാഞ്ഞിരുന്നു. അതിരിക്കട്ടെ, അന്ന് ആ സംഭവം നടന്ന രാത്രിക്ക് മുൻപേ ആരെങ്കിലും മിസ്റ്റർ അക്രോയിഡിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്ന് പാർക്കർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? ഇല്ല സാർ, ഒരിക്കലുമില്ല. അപ്പോഴത് കേട്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു മാന്യൻ തന്നെയായിരുന്നു. നിങ്ങൾ പിന്നെ എന്തെല്ലാമാണ് ഒളിച്ചിരുന്ന് കേട്ടത്? സർ, കൂടുതലായി ഒന്നും കേട്ടില്ല. അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ എന്നെയും ബാധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അടുക്കളയിൽ എനിക്ക് അത്യാവശ്യം ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എങ്കിലും 1-2 തവണ ഞാൻ സ്റ്റഡി റൂമിന് മുന്നിൽ വന്നിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യ തവണ ഞാൻ പതുങ്ങി നിൽക്കുമ്പോൾ ഡോക്ടർ ഷെബയുടെ പുറത്തിറങ്ങി വന്നു. ഞാൻ പിടിക്കപ്പെടുമെന്ന് തന്നെ തോന്നിപ്പോയി. 2ാമത്തെ പ്രാവശ്യം ഞാൻ പതുങ്ങി നിൽക്കുമ്പോൾ റെയ്മണ്ട് എന്നെ കാണാതെ ഹാളിലൂടെ അപ്പുറത്തേക്ക് പോയി. അവിടെ നിന്നിട്ട് പ്രയോജനമില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ തിരിച്ചുപോയി. പിന്നീട് ട്രെയിൻ കൊണ്ട് വന്നപ്പോഴാണ് ഫ്ലോറയെ കണ്ടുമുട്ടിയതും അവരെന്നോട് അക്രോയിഡിന്റെ മുറിയിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞതും. പാർക്കർ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് അളക്കാനെന്ന വണ്ണം പൊയ്റോട്ട് ഇമവെട്ടാതെ പാർക്കറെ തന്നെ നോക്കിയിരുന്നു. പാർക്കർ ആകട്ടെ നിസ്സഹായകമായ കണ്ണുകളുമായി പൊയ്റോട്ടിനെയും നോക്കി. സർ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മേജർ LRBയുടെ കഥ മണത്തറിയുന്ന പോലീസ് ഈ കേസിലും എന്നെ സംശയിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ശരി സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ഒരേ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് എനിക്കത് കാണണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ബുക്ക് ഉണ്ടാകുമല്ലോ? സർ, പാസ്ബുക്ക് ഉണ്ട്. അതിപ്പോൾ തന്നെ എൻ്റെ കൈവശമുണ്ട്. യാതൊരു ആശങ്കയും കൂടാതെ തൻ്റെ പോക്കറ്റിൽ കിടന്നിരുന്ന ബാങ്ക് പാസ്ബുക്ക് എടുത്ത് പൊയ്റോട്ടിന് കൊടുത്തു. മെലിഞ്ഞതും പച്ച നിറത്തിലുള്ളതുമായ ആ ബുക്ക് കയ്യിൽ വാങ്ങിക്കൊണ്ട് പൊയ്റോട്ട് അതിൻ്റെ പേജുകൾ മറിച്ചു നോക്കി. 500 പൗണ്ടിൻ്റെ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് ഈ വർഷം വാങ്ങിയിട്ടുണ്ടല്ലോ? ശരിയാണ് സർ. ഇതുകൂടാതെ ഒരു 1000 പൗണ്ടിൻ്റെ നിക്ഷേപം കൂടി എനിക്കുണ്ട്. ഇതെല്ലാം എൻ്റെ പഴയ യജമാനൻ മേജർ LRBയുമായുള്ള ബന്ധത്തിലൂടെ കിട്ടിയതാണ്. പിന്നെ കുതിരപ്പന്തയത്തിൻ്റെ ഏതാനും ടിക്കറ്റുകൾ എടുത്ത വകയിൽ ഒരു 20 പൗണ്ട് എനിക്ക് കിട്ടുകയുണ്ടായി. പൊയ്റോട്ട് ബുക്ക് തിരിച്ചു നൽകി. ശരി പാർക്കർ, എല്ലാ തരത്തിലും ഞാൻ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തന്നെയാണ്. ഇനി അതൊന്നും അങ്ങനെ അല്ല എന്ന് വന്നാൽ എൻ്റെ സുഹൃത്തെ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ വലുതായിരിക്കും. പാർക്കർ തിരിച്ചു പോയപ്പോൾ പൊയ്റോട്ട് വീണ്ടും തൻ്റെ ഓവർകോട്ട് ധരിച്ചു. വീണ്ടും പുറത്തേക്ക് പോവുകയാണോ? ഞാൻ ചോദിച്ചു. നമുക്ക് ആ വക്കീൽ മിസ്റ്റർ ഹാമണ്ടിനെ ഒന്ന് കാണണം. പാർക്കർ പറഞ്ഞ കഥകളെല്ലാം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞതെല്ലാം അതിൻ്റെതായ മുഖവിലയിലെടുത്താൽ വിശ്വസിക്കാം. അല്ലെങ്കിൽ അയാൾ സമർത്ഥനായ ഒരു അഭിനേതാവാണെന്ന് കരുതാം. അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് തൻ്റെ യജമാനായിരുന്ന മിസ്റ്റർ അക്രോയിഡിനെ ആരോ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നുവെന്നാണ്. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ മിസ്സിസ് ഫെറാർസുമായുള്ള ഈ കേസിന്റെ ബന്ധം അയാൾക്ക് അറിയില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ അതാരായിരിക്കാം? അതാരുമായിരിക്കാം. നമ്മളിപ്പോൾ മിസ്റ്റർ ഹാമണ്ടിനെ കാണാൻ പോകുന്നത് ഒരേ ഒരു ലക്ഷ്യം വെച്ചാണ്. അങ്ങനെയെങ്കിൽ പാർക്കർ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കാം, അല്ലെങ്കിൽ കളവാണെന്നും. ശരി, നല്ലത്, ഞാൻ പ്രതികരിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ താങ്കളോട് സംസാരിക്കുമ്പോൾ പലതും പൂർത്തിയാക്കാതെ വിട്ടുകളഞ്ഞത് എൻ്റെ ഒരു ദുസ്വഭാവമാണെന്ന് കരുതിക്കോളൂ. താങ്കൾ അക്കാര്യത്തിൽ എന്നോട് സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങയോടൊരു കുറ്റസമ്മതം നടത്താനുണ്ട്.
ഞാൻ സംസാരത്തിനിടയിൽ യാദൃച്ഛികമായി ആ മോതിരത്തിന്റെ കഥ പുറത്തു പറഞ്ഞുപോയി. ഏത് മോതിരം? ആ സ്വർണ്ണ മത്സ്യക്കുളത്തിൽ നിന്ന് അന്ന് താങ്കൾക്ക് കിട്ടിയത്. ഹോ, അതോ? പോയിറോട്ട് പൊട്ടിച്ചിരിച്ചു. താങ്കൾക്ക് എന്നോട് ദേഷ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അക്കാര്യത്തിൽ തീർത്തും അലക്ഷ്യമായിട്ടാണ് പെരുമാറിയത്. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. ഞാൻ താങ്കളുടെ മുന്നിൽ അത്തരത്തിലുള്ള യാതൊരു കരാറുകളും വെച്ചിട്ടില്ലല്ലോ. താങ്കൾക്ക് ഇഷ്ടമുള്ളത് എന്തും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സഹോദരിക്ക് അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു അല്ലേ? അവൾക്കതിൽ താല്പര്യമുണ്ടായിരുന്നു. അതാകട്ടെ വലിയൊരു വാർത്തയുമായി. എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചുപോയി. ആഹാ, അത് വളരെ നിസ്സാരം തന്നെ. യഥാർത്ഥത്തിലുള്ള വിശദീകരണം നാം കാണുന്നത് കണ്ണുകളിൽ തന്നെയാണ്, അങ്ങനെയല്ലേ? അതെയോ? ഞാൻ സംശയിച്ചു. പോയിറോട്ട് ചിരിച്ചു. ബുദ്ധിമാൻ സ്വയം വിഡ്ഢിത്തങ്ങൾ കാണിക്കാറില്ല. ആ, നമ്മൾ ഹാമണ്ടിന്റെ ഭവനത്തിലെത്തിയിരിക്കുന്നു. വക്കീൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. താമസം കൂടാതെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ചെന്നു. ആദരവോടുകൂടി തന്നെ അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചു. പോയിറോട്ട് കാര്യത്തിലേക്ക് വന്നു. വക്കീൽ സാർ, എനിക്ക് അങ്ങയിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ട്. താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി. കിങ്സ് പാഡോക്കിലെ മരിച്ചുപോയ മിസ്സിസ് ഫെറാർസിന്റെ വക്കീലും താങ്കൾ തന്നെ ആയിരുന്നല്ലോ. വക്കീലിന്റെ കണ്ണുകളിലെ അസാധാരണമായ തിളക്കം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തന്റെ തൊഴിലിന് ചേർന്ന പ്രകൃതത്തിലേക്ക് തിരിച്ചു വന്നു. തീർച്ചയായും അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഞാനായിരുന്നു. വളരെ നല്ലത്. ഞാൻ താങ്കളോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപായി താങ്കൾ ഡോക്ടർ ഷെപ്പേർഡ് പറയുന്ന കഥയൊന്ന് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ താങ്കളും മിസ്റ്റർ അക്രോയിഡും തമ്മിൽ നടന്ന സംഭാഷണം വക്കീലിന് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നതിന് ഡോക്ടർക്ക് വിഷമമുണ്ടോ? ഓ, ഒരു വിഷമവുമില്ല. ഇത്രയും പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നടന്നതെല്ലാം വ്യക്തമായി ഞാൻ ഹാമണ്ടിന് പറഞ്ഞു കൊടുത്തു. ഹാമണ്ട് അതെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വക്കീൽ ഗൗരവത്തോടെ പ്രതികരിച്ചു. ബ്ലാക്ക് മെയിൽ തന്നെ. താങ്കൾക്കിത് കേട്ടിട്ട് അതിശയം തോന്നുന്നുണ്ടോ? പോയിറോട്ട് വക്കീലിനോട് ചോദിച്ചു. വക്കീൽ തൻ്റെ കണ്ണടയൂരി കർച്ചീപ്പ് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി. ഒരത്ഭുതവും തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എന്തോ ഒന്ന് അവിടെ അരങ്ങേറുന്നുണ്ടെന്ന് എനിക്ക് മുൻപേ തന്നെ സംശയം തോന്നിയിരുന്നു. അതാണ് എനിക്കറിയേണ്ടത്. പോയിറോട്ട് പറഞ്ഞു. കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എത്ര പണം ഇപ്രകാരം കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ. ഒരു നിമിഷം നേരം എന്തോ ആലോചിച്ചിരുന്നിട്ട് വക്കീൽ പറഞ്ഞു, ഇക്കാര്യം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ വർഷം മിസ്സിസ് ഫെറാർസ് 1-2 ഷെയറുകൾ വിറ്റിരുന്നു. അതിൻ്റെ പണം അവരുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുകയും ചെയ്തതാണ്. പിന്നീട് ആ പണത്തിന് എന്ത് സംഭവിച്ചെന്ന് നിശ്ചയമില്ല. അവർക്ക് നല്ല വരുമാനമുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം അവർ വളരെ ലളിതമായിട്ടാണ് ജീവിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ആ പണം മറ്റെന്തോ ആവശ്യത്തിനായി വിനിയോഗിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഒരിക്കൽ ഞാൻ ഇക്കാര്യം അവരോട് സംസാരിച്ചിരുന്നു. അന്നവർ പറഞ്ഞത് തൻ്റെ ഭർത്താവിൻ്റെ ചില ബന്ധുക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർക്ക് നൽകിയെന്നാണ്. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഇതുവരെയും ഞാൻ ചിന്തിച്ചിരുന്നത് ആ പണം അവർ നൽകിയത് ആഷ്ലി ഫെറാർസുമായി ബന്ധമുണ്ടായിരുന്ന ഏതെങ്കിലും സ്ത്രീകൾക്കായിരിക്കുമെന്നാണ്. മിസ്സിസ് ഫെറാർസ് തന്നെയാണ് ആ പണം ചെലവഴിച്ചതെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവുന്നില്ല. അതെത്ര പണം വരും? പോയിറോട്ട് ആരാഞ്ഞു. എല്ലാം കൂടി പറഞ്ഞാൽ ഏതാണ്ട് 20,000 പൗണ്ട് വരും. 20,000 പൗണ്ടോ? അതും ഒരു വർഷം കൊണ്ട്? ഞാൻ അതിശയിച്ചു പോയി. മിസ്സിസ് ഫെറാർസ് സമ്പന്നയായ സ്ത്രീയായിരുന്നു. പോരെങ്കിൽ കൊലപാതകത്തിനുള്ള പിഴ അത്ര സുഖകരമായ ഒന്നല്ല, പോയിറോട്ട് പറഞ്ഞു. ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും അറിയാനുണ്ടോ? വക്കീൽ ചോദിച്ചു. നന്ദിയുണ്ട് സാർ, ഇനിയൊന്നുമില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക. ഓ, അത് സാരമില്ല, വക്കീൽ പ്രതികരിച്ചു. 20,000 പൗണ്ട് കൈവശം വന്നു ചേർന്നിട്ടുള്ള സ്ഥിതിക്ക് പാർക്കർ ഒരിക്കലും ഒരു കുശിനിക്കാരനായി തുടരാൻ സാധ്യതയില്ല. ഒരുപക്ഷെ മറ്റേതെങ്കിലും പേരിൽ അയാൾ ആ തുക ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവാം. എങ്കിലും അയാൾ പറഞ്ഞ കഥകൾ വിശ്വസിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം. ഇനി അവൻ ശരിക്കും ഒരു തെമ്മാടിയാണെങ്കിൽ നിസ്സംശയം പറയാനാവും അവനേക്കാൾ മറ്റൊരു തെമ്മാടി വേറെ ഉണ്ടായിട്ടില്ലെന്ന്. അവൻ്റെ തലച്ചോറിൽ വലിയ വലിയ ആശയങ്ങളൊന്നും കയറിക്കൂടാനിടയില്ല. അങ്ങനെ വരുമ്പോൾ 2 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നുകിൽ മേജർ ബ്ലെൻഡ് അല്ലെങ്കിൽ റെയ്മണ്ട്, പോയിറോട്ട് പറഞ്ഞു. ഒരിക്കലും റെയ്മണ്ട് അത് ചെയ്യില്ല. ഞാൻ അദ്ദേഹത്തെ എതിർത്തു. അയാൾ കേവലം 500 പൗണ്ടിനായി പോലും കഷ്ടപ്പെടുന്നത് നാം കണ്ടതല്ലേ? അയാൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി ഹെക്ടർ ബ്ലെൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പോയിറോട്ട് ഇടപെട്ടു. മേജർ ബ്ലെൻഡുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഞാൻ പറയാം. എൻ്റെ തൊഴിലാണല്ലോ അന്വേഷിക്കുക എന്നത്. ഞാൻ ബ്ലെൻഡിനെക്കുറിച്ചും അന്വേഷിച്ചിരുന്നു. കുറേ പണം അയാൾക്ക് കിട്ടിയതായി അയാൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. ആ തുകയും ഏതാണ്ട് 20,000 പൗണ്ടിനടുത്ത് തന്നെയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് എന്തു പറയുന്നു? എന്തെങ്കിലും ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ അമ്പരന്ന് പോയ ഞാൻ അല്പം പിന്നിലേക്ക് നീങ്ങി. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. മേജർ ബ്ലെൻഡിനെ പോലൊരു മാന്യന് അതിൻ്റെ ആവശ്യമില്ല.
ഞാൻ അല്പസമയത്തിന് ശേഷം തീർത്തും പറഞ്ഞു. പൊയ്റോട്ട് തൻ്റെ തോടുകൾ ചലിപ്പിച്ചു. ആർക്കറിയാം, അയാൾക്ക് വലിയ വലിയ ആശയങ്ങൾ കൈമുതലായിട്ടുള്ള ആളാണ്. അയാളൊരു ബ്ലാക്ക് മെയിലറാണെന്നൊന്നും ഞാൻ തറപ്പിച്ച് പറയുന്നില്ല. എങ്കിലും നിങ്ങൾ ചിന്തിക്കാതെ വിട്ടുകളഞ്ഞ മറ്റൊരു സാധ്യത അതിലുണ്ട്. എന്ത് സാധ്യത? മുറിയിൽ നെരിപ്പോട് കത്തുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ താങ്കൾ പോയതിനു ശേഷം മിസ്റ്റർ അക്രോയിഡ് തന്നെ ആ കത്തും അതിൻ്റെ കവറും തീയിലിട്ട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? എന്തോ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ പതുക്കെ പറഞ്ഞു. എന്നാൽ അങ്ങനെയും സംഭവിച്ചുകൂടുന്നില്ല. അയാളുടെ മനസ്സിന് അത്തരമൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം. സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടുവാതിക്കലെത്തി. ഞാൻ പൊയ്റോട്ടിനെ ഒരു ഗ്ലാസ് വൈൻ കഴിക്കുന്നതിനായി അകത്തേക്ക് ക്ഷണിച്ചു. എൻ്റെ പ്രവൃത്തി കരോലിനെ സന്തോഷിപ്പിക്കുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഈ സ്ത്രീകളുടെ സ്വഭാവം പ്രവചിക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. ഞങ്ങൾക്ക് മാത്രമായിട്ടുള്ള ആഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. കരോലിൻ പെട്ടെന്ന് തന്നെ ഏതാനും വെജിറ്റബിൾ കൊണ്ട് എന്തെല്ലാമോ ഉണ്ടാക്കി. ഭക്ഷണാനന്തരം ഞങ്ങൾ രണ്ടുപേരും പുകവലിച്ചുകൊണ്ട് നെരിപ്പോടിന് സമീപം ഇരിക്കുമ്പോൾ കരോലിൻ പൊയ്റോട്ടിനെ പ്രത്യക്ഷത്തിൽ തന്നെ കുറ്റപ്പെടുത്തും വിധം സംസാരിച്ചു. റാൽഫ് പേറ്റൺ എവിടെയുണ്ടെന്ന് ഇതുവരെയും കണ്ടെത്താനായില്ലേ? പ്രിയമുള്ളവളെ, ഞാൻ അയാളെ എവിടെ തിരയാനാണ്? ഞാൻ കരുതി താങ്കൾ അയാളെ ക്രാഞ്ചസ്റ്ററിൽ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന്. അവളുടെ ശബ്ദത്തിൽ മറ്റെന്തെല്ലാമോ ധ്വനിപ്പിക്കുന്നുണ്ടായിരുന്നു. പൊയ്റോട്ട് അവളെ രൂക്ഷമായി നോക്കി. ക്രാഞ്ചസ്റ്ററിലോ? ക്രാഞ്ചസ്റ്ററിൽ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിഞ്ഞു? കരോലിനെ കളിയാക്കും വിധം ഞാൻ പൊയ്റോട്ടിനോട് പറഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ പ്രൈവറ്റ് കുറ്റാന്വേഷകരിൽ ഒരാൾ താങ്കളെ ക്രാഞ്ചസ്റ്ററിലെ റോഡിലൂടെ പോകുന്നത് കണ്ടു. പൊയ്റോട്ടിൻ്റെ കോപാകുലമായ മുഖം പെട്ടെന്ന് മാറുകയും അയാൾ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഹോ, അതോ? പല്ല് ഡോക്ടറെ കാണാനായിട്ട് പോയതാണ്. എൻ്റെ ഒരു പല്ല് കുഴപ്പമുണ്ടാക്കി. നല്ല വേദന. പെട്ടെന്ന് തിരികെ വരണമെന്ന് കരുതിയാണ് പോയത്. ഡെന്റിസ്റ്റ് പറഞ്ഞ് പല്ലെടുക്കാതെ പറ്റില്ലെന്ന്. അത് വേണ്ടെന്ന് ഞാനും. ഒടുവിൽ ഡോക്ടർ തന്നെ ജയിച്ചു. എൻ്റെ പല്ല് പോയി. ഇനി അത് വേദനിക്കില്ലല്ലോ. കാറ്റുപോയ ബലൂൺ പോലെ കരോലിന് തകർന്നു വീണു. ഞങ്ങൾ പിന്നീട് റാൽഫ് പേറ്റനെ കുറിച്ചാണ് സംസാരിച്ചത്. അയാളൊരു ദുർബല മനുഷ്യനാണ്, ഞാൻ പറഞ്ഞു. ആ, ദുർബലനോ? അയാളുടെ ദൗർബല്യം അയാളെ എവിടെ കൊണ്ട് ചെന്നെത്തിക്കുമോ? പൊയ്റോട്ട് സംശയിച്ചു. യഥാർത്ഥത്തിൽ ജെയിംസ് ആണ് ദുർബലൻ, വെള്ളം പോലെ ദുർബലൻ. അവൻ്റെ ദൗർബല്യം ഇല്ലാതാക്കാൻ ഞാൻ എത്ര പരിശ്രമിച്ചെന്നോ, കരോലിൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട കരോലിൻ, വ്യക്തിത്വത്തെ തൊട്ടുള്ള നിന്റെ ഈ കളി അത്ര നല്ലതല്ല, ഞാൻ അസഹ്യതയോടെ കരോലിനെ ശാസിച്ചു. ജെയിംസേ, നീ എന്ത് പറഞ്ഞാലും നീ വളരെ ദുർബലൻ തന്നെയാണ്. നിന്നേക്കാൾ 8 വയസ്സ് പ്രായം എനിക്ക് കൂടുതലുണ്ട്. മിസ്റ്റർ പൊയ്റോട്ട് അതറിയുന്നതിന് ഞാൻ അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നിന്നെ നന്നാക്കിയെടുക്കാനുള്ള കടമ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എന്നാൽ നീ ഒരിക്കലും നന്നായില്ല. ദൈവത്തിനറിയാം നീ എന്തെല്ലാം ദൗർബല്യങ്ങളാണ് കൊണ്ടു നടക്കുന്നതെന്ന്. ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഏറെ നേരം നീണ്ടുനിന്നു. പൊയ്റോട്ട് അതെല്ലാം കേട്ടിരുന്നു. ഒടുവിൽ കരോലിൻ പൊയ്റോട്ടിനോട് പറഞ്ഞു, ജെയിംസ് തീർത്തും പറയുന്നത് താങ്കളുടെ വിശ്വാസം ആ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കണം ഈ കൊലപാതകം ചെയ്തതെന്ന്. എന്നാൽ ഞാൻ തീർത്തും പറയുന്നു, താങ്കളുടെ ആ വിശ്വാസം തെറ്റാണ്. തെറ്റുപറ്റാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലുമില്ല. എൻ്റെ സഹോദരി, നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പൊയ്റോട്ടിനെ മറുപടി ശ്രദ്ധിക്കാതെ കരോലിൻ തുടർന്നു. ജെയിംസിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞത് ആ വീട്ടിലുള്ള 2 പേർക്ക് മാത്രമേ ഈ കൊലപാതകം ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നാണ്. റാൽഫ് പേറ്റണും ഫ്ലോറയുമാണ് ആ 2 പേർ. എൻ്റെ കരോലിൻ, ഞാൻ ഇടപെട്ടു. ജെയിംസേ, നീ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തരുത്. എന്താണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വാതിലിന് പുറത്ത് വെച്ചാണ് പാർക്കർ ഫ്ലോറയെ കണ്ടത്, ശരിയല്ലേ? അവൾ വല്യച്ഛന് ഗുഡ് നൈറ്റ് പറയുന്നത് അവൻ കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ അവളായിരിക്കണം ആ കൊലപാതകം ചെയ്തത്. കരോലിൻ, ഞാൻ ദയനീയമായി വിളിച്ചുപോയി. ജെയിംസേ, അവളത് ചെയ്തെന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നില്ല. ഒരു സാധ്യത മാത്രമാണ് ഞാൻ തുറന്നിട്ടത്. ആധുനിക കാലത്തെ പെൺകുട്ടികളുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഫ്ലോറ. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്നാണ് അവൾ ഭാവിക്കുന്നത്. എന്നാൽ ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊല്ലാനുള്ള ധൈര്യം അവൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി മേജർ ബ്ലൻഡോ റെയ്മണ്ടോ അത് ചെയ്യുമെന്ന് കരുതാൻ ഒരു കാരണവുമില്ല. മിസ്സിസ് അക്രോയിഡും മിസ് റസ്സലും ഈ പട്ടികയിലേക്ക് വരുന്നില്ല. പിന്നെ അവശേഷിക്കുന്ന ആരെല്ലാമാണ്? റാൽഫും ഫ്ലോറയും തന്നെ. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും റാൽഫ് പേറ്റൺ ഒരു കൊലയാളിയാണെന്ന് ചിന്തിക്കാൻ എനിക്കാവില്ല. ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ മുതൽ അവനെ ഞങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം. കരോലിൻ നിർത്തിയപ്പോൾ പൊയ്റോട്ട് പുറത്തെ കൂതിവിട്ട പുകച്ചുരുളുകളിലേക്ക് നോക്കി കുറച്ചുനേരം നിശബ്ദനായിരുന്നു. പിന്നീട് തുടർന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം സാധാരണ നിലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി അനുഭവപ്പെട്ടു. തികച്ചും ദുരൂഹമായ ശൈലിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്കൊരു മനുഷ്യനെ സങ്കല്പിക്കാം, തികച്ചും സാധാരണക്കാരനായ ഒരാൾ. അയാൾക്കാണെങ്കിൽ ഒരു കൊലപാതകം നടത്താൻ യാതൊരു ഉദ്ദേശവുമില്ലതാനും. എന്നാൽ അയാളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ തന്നെ എന്തോ ഒരു ദൗർബല്യം ഒളിഞ്ഞു കിടന്നിരുന്നു. ആ ദൗർബല്യം ഒരിക്കലും പുറത്തേക്ക് വരാതെ അയാളോടൊപ്പം കഴിഞ്ഞുകൂടി. ഒരുപക്ഷെ ആ ദൗർബല്യം ഒരിക്കലും പുറത്തേക്ക് വരാതെ
അയാളെ സെമിത്തേരിയിലേക്ക് പിന്തുടർന്നേക്കാം. ഇക്കാലം മുഴുവനും അയാളെ മറ്റുള്ളവർ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യും. എന്നാൽ അയാളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് അയാൾക്കൊരു പ്രതിസന്ധി ഉണ്ടായെന്ന് നാം ചിന്തിക്കുക. ഈ സമയത്ത് തന്നെ തികച്ചും യാദൃച്ഛികമായി ഒരു രഹസ്യം അയാൾ അറിയുന്നു. മറ്റൊരാളിൻ്റെ മരണമോ ജീവിതമോ ആയി ബന്ധപ്പെട്ട ഒരു വലിയ രഹസ്യം. അയാളുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? സത്യസന്ധനായ ഒരു പൗരൻ എന്ന നിലയിൽ പെരുമാറാനേ അയാൾ ശ്രമിക്കൂ. ആ രഹസ്യം അയാൾ അധികാരികളെ അറിയിക്കുന്നു. എന്നാൽ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൗർബല്യം പെട്ടെന്നുണരുകയും ഈ അവസരം വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ കൈനിറയെ സമ്പത്ത് വന്നു ചേരുമെന്ന്. അയാൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. ഇപ്പോൾ അത് അനായാസേന കിട്ടാൻ വഴിയും തുറന്നിട്ടിരിക്കുന്നു. അയാൾ ഇതിനായി കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. തികച്ചും നിശബ്ദനായിരുന്നാൽ മാത്രം മതി. അതൊരു തുടക്കം മാത്രമാണ്. പണത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം അയാളിൽ പിന്നെയും പിന്നെയും വളരുന്നു. തൻ്റെ കാൽച്ചുവട്ടിൽ തുറന്നു കിടക്കുന്ന സ്വർണ്ണഖനി അയാളുടെ അത്യാഗ്രഹം വർദ്ധിപ്പിക്കുകയാണ്. അയാളുടെ മനസ്സ് തികച്ചും വിഷലിപ്തമാകുന്നു. അയാളുടെ അത്യാഗ്രഹി അയാളെക്കാളും വളരുന്നു. ഇവിടെ ഇര ഒരു പുരുഷനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രത്തോളം അയാളെ ചവിട്ടിത്താഴ്ത്താനാവും. എന്നാൽ ഇര ഒരു സ്ത്രീ ആയാൽ അവരെ അത്രമാത്രം ചവിട്ടിത്താഴ്ത്തുക പ്രയാസമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്തലം അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടാവും. അത് ഏറ്റുപറയാൻ അവൾ വെമ്പൽ കൊള്ളും. ഭാര്യമാരെ വഞ്ചിച്ചിട്ടുള്ള നൂറുകണക്കിന് ഭർത്താക്കന്മാർ തങ്ങളുടെ രഹസ്യങ്ങളുമായി തന്നെ സെമിത്തേരിയിലേക്ക് യാത്രയാവുന്നു. എന്നാൽ മറിച്ചോ, ഭർത്താക്കന്മാരെ വഞ്ചിച്ചിട്ടുള്ള ഭാര്യമാർ കുറ്റബോധം ഏറി വരുമ്പോൾ ആ രഹസ്യം ഭർത്താവിനോട് തുറന്നു പറഞ്ഞ് പിന്നീടുള്ള ജീവിതം നരകതുല്യമാക്കി മാറ്റുന്നു. അവർ കൂടുതൽ സമ്മർദ്ദത്തിന് വിധേയരാവുകയും എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചത്. രഹസ്യം മൂടി വയ്ക്കുക എന്നാൽ വലിയ അധ്വാനമുള്ള പണിയാണ്. 1 വർഷം മുൻപ് കണ്ട മനുഷ്യനായിരുന്നില്ല 1 വർഷത്തിന് ശേഷം നാം അയാളെ കാണുമ്പോൾ. അവൻ്റെ മാന്യത അപ്പോഴേക്കും അഴിഞ്ഞു വീണിട്ടുണ്ടാവും. അവൻ ആകെ അസ്വസ്ഥനായിരിക്കും. പരാജയപ്പെടുമെന്നുറപ്പുള്ള ഒരു യുദ്ധത്തിലാണ് താൻ എത്തപ്പെട്ടിരിക്കുന്നതെന്ന ചിന്ത അയാളെ വല്ലാതെ ഉലയ്ക്കും. ആ പരാജയം ഏറ്റുവാങ്ങാനുള്ള മനസ്സില്ലാതെ അയാൾ വീണ്ടും ഏറ്റുമുട്ടും. അതിനായി ഹീനമായ എന്തു മാർഗവും സ്വീകരിക്കും. അത് അയാളുടെ തകർച്ചയുടെ ആരംഭമായിരിക്കും. അത് ചെന്നെത്തുന്നത് ഒരു കൊലപാതകത്തിലേക്കായിരിക്കും. അയാൾ അല്പനേരം നിശബ്ദനായി. ഒരു കുറ്റാന്വേഷകന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൻ്റെ രൂക്ഷഗന്ധം ആ മുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അയാളുടെ വാക്കുകളുണ്ടാക്കിയ ആഘാതത്തിൻ്റെ ആഴം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കുക പ്രയാസമാണ്. അതാകട്ടെ ഞങ്ങളെ രണ്ടുപേരെയും വല്ലാതെ ഭയപ്പെടുത്തി. പൊയ്റോട്ട് ശാന്തനായി തുടർന്നു. പിന്നെ ആ കടാരി ഊരിയെടുത്തു കഴിഞ്ഞാൽ അയാൾ വീണ്ടും പഴയ മാന്യനായ മനുഷ്യനായി പരിണമിക്കുന്നു. ദയാലുവും നീതിമാനുമായി ചമയുന്നു. എന്നാൽ സാഹചര്യം പ്രതികൂലമാണെന്ന് കണ്ടാൽ ഒരിക്കൽ കൂടി കത്തിയെടുക്കാൻ അയാൾക്ക് ഒരു മടിയുമുണ്ടാവുകയില്ല. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തോടെ കരോലിൻ ചോദിച്ചു, നിങ്ങൾ സംസാരിക്കുന്നത് റാൽഫ് ബേറ്റനെ കുറിച്ചാണോ? താങ്കൾ പറയുന്നത് ശരിയോ തെറ്റോ ആയിരിക്കാം. പക്ഷേ ഒരിക്കലും അത് ബോധ്യമാകാതെ കെട്ടുകേഴ്വി വെച്ച് ഒരു മനുഷ്യനെ കുറ്റവാളിയായി ചിത്രീകരിക്കരുത്. ഈ സമയം ഫോൺ ശബ്ദിച്ചു. ഞാൻ ഹാളിൽ നിന്നും പുറത്തേക്ക് പോയി റിസീവർ കയ്യിലെടുത്തു. എന്ത്? അതെ, ഡോക്ടർ ഷെപ്പേർഡ് തന്നെയാണ് സംസാരിക്കുന്നത്. 1-2 മിനിറ്റ് നേരം ഞാൻ ഫോണിൽ സംസാരിച്ചതിന് ശേഷം റിസീവർ യഥാസ്ഥാനത്ത് വെച്ച് ഞാൻ തിരിച്ചു വന്നു. മിസ്റ്റർ പൊയ്റോട്ട്, പോലീസ് ഒരാളെ ലിവർപൂളിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളുടെ പേര് ചാൾസ് കെന്റ് എന്നാണത്രേ. അന്ന് രാത്രിയിൽ ഫെൻലി പാർക്കിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ വെച്ച് ഞാൻ കണ്ടയാൾ അതുതന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അയാളെ തിരിച്ചറിയുന്നതിനെ ഞാൻ ഉടൻ തന്നെ ലിവർപൂളിൽ എത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്.